ഇങ്ങനെ ഒരു രാജ്യത്തെ പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? സംസാരം, തൊഴിൽ, യാത്ര, മതം എന്നിവ ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യം. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ടതും രഹസ്യവുമായ രാജ്യങ്ങളിലൊന്ന്. പൗരന്മാർക്ക് നിർബന്ധിതമായി ഏർപ്പെടുത്തിയിരിക്കുന്ന സൈനിക സേവനം. 3 തലമുറകളായി രാജവംശം ഭരിക്കുന്ന രാജ്യം. പരിമിതമായ ഇൻ്റർനെറ്റ് ആക്സസ് മാത്രമുള്ള, ദാരിദ്ര്യത്തെയും മനുഷ്യാവകാശത്തെയും സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു രാജ്യം. ഇത്രമാത്രമല്ല, ഇതുപോലെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള, നിഗൂഢതകൾ ഏറെയുള്ള ഒരു രാജ്യം. നോർത്ത് കൊറിയ അഥവാ ഉത്തര കൊറിയ. ഉത്തര കൊറിയയും സമീപ രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി നോക്കാം. ഉത്തര കൊറിയ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയ, ചൈന, റഷ്യ, ജപ്പാൻ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള രാജ്യമാണ്. അതിൻ്റെ ഒരു ഹ്രസ്വ അവലോകനം നോക്കിയാൽ, ഉത്തര കൊറിയയ്ക്ക് ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം 1950-53 നടന്ന കൊറിയൻ യുദ്ധം നിർവചിക്കുന്നുണ്ട്. ഇതൊരു സമാധാന ഉടമ്പടിക്ക് പകരം ഒരു യുദ്ധവിരാമത്തിൽ അവസാനിക്കുകയുണ്ടായി. 2 കൊറിയകളും സാങ്കേതികമായി ഇപ്പോഴും യുദ്ധത്തിൽ തുടരുകയാണ്. അതുപോലെ കൊറിയൻ പെനിൻസുല വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്കിടെ പിരിമുറുക്കം വർദ്ധിക്കുന്നുമുണ്ട്, പ്രത്യേകിച്ച് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അനുരഞ്ജനത്തിനും പുനരേകീകരണത്തിനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള ഉച്ചകോടികൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ വിജയം കൈവരിച്ചതുമാണ്. ഇനി ചൈനയുമായുള്ള ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ, സാമ്പത്തിക സഹായവും നയതന്ത്ര പിന്തുണയും നൽകിക്കൊണ്ട് ചൈന ചരിത്രപരമായി ഉത്തര കൊറിയയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയും പിന്തുണക്കാരനുമാണ്. എന്നിരുന്നാലും ഈ ബന്ധം സമീപ വർഷങ്ങളിൽ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ആണവ പ്രവർത്തനങ്ങൾ കാരണം ഉത്തര കൊറിയയ്ക്കെതിരായ UN പ്രതിരോധത്തെ ചൈനയും പിന്തുണച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഈ മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചകളിലും ചൈന ഒരു നിർണായക കളിക്കാരനായി തുടരുകയാണ്. റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ ബന്ധം സോവിയറ്റ് യൂണിയൻ ഉത്തര കൊറിയയെ സാമ്പത്തികമായും സൈനികമായും പിന്തുണച്ച സോവിയറ്റ് കാലഘട്ടം മുതലുള്ളതാണ്. ശീതയുദ്ധത്തിൻ്റെ അവസാനം മുതൽ ഈ ബന്ധം തണുത്തുറഞ്ഞെങ്കിലും റഷ്യ ഇപ്പോഴും ഉത്തര കൊറിയയുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ഇടയ്ക്കിടെ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയൻ ആണവ പ്രശ്നം പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ റഷ്യയും പങ്കാളിയാണ്. ജപ്പാനിലേക്ക് വന്നാൽ 1910 മുതൽ 1945 വരെ കൊറിയയിൽ ജപ്പാന്റെ കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പരാതികൾ ഉത്തര കൊറിയയുമായുള്ള ജപ്പാന്റെ ബന്ധത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മിസൈൽ പരീക്ഷണങ്ങളും ജാപ്പനീസ് പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകലും പോലുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളിൽ ഉത്തര കൊറിയ ഇടയ്ക്കിടെ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിള്ളൽ വീഴ്ത്തി. ഉത്തര കൊറിയയുടെ മിസൈൽ ശേഷി സംബന്ധിച്ച് ജപ്പാനും സുരക്ഷാ ആശങ്കയുണ്ട്. ഉത്തര കൊറിയയുടെ ഡെമോക്രസി പരിശോധിച്ചാൽ നോർത്ത് കൊറിയയുടെ പേര് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ്. എന്നാൽ തികച്ചും വൈരുദ്ധ്യതയാണ് നോർത്ത് കൊറിയയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു ഓട്ടോക്രാറ്റിക് റൂളറുടെ കീഴിൽ എങ്ങനെയാണ് ഒരു രാജ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മുന്നോട്ട് പോകുന്നത് എന്ന സംശയം നമുക്ക് തോന്നാം. നോർത്ത് കൊറിയയിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ പ്രായപൂർത്തിയായ നോർത്ത് കൊറിയൻ പൗരന്മാരും വോട്ട് ചെയ്യണമെന്നതും നിർബന്ധമാണ്. പക്ഷേ ബാലറ്റ് പേപ്പറിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ കാണുകയുള്ളൂ. ജനാധിപത്യം എന്ന പേരിന് വേണ്ടി മാത്രമുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി എങ്ങനെ നോർത്ത് കൊറിയ സന്ദർശിക്കാമെന്നുള്ളതാണ്. നോർത്ത് കൊറിയ സന്ദർശിക്കാൻ വിസ കിട്ടാൻ പാടാണ്, പക്ഷേ ഗ്രൂപ്പായി വിസ കിട്ടാറുണ്ട്. സാധാരണ നമ്മൾ ഒരു രാജ്യ സന്ദർശനം നടത്തുമ്പോൾ
അവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. എന്നാൽ നോർത്ത് കൊറിയ സന്ദർശിക്കുന്ന ഒരാൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാം എന്നതിൻ്റെ ഒരു ലിസ്റ്റാണ് തരിക. ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫോൺ, അതുപോലെ ലാപ്ടോപ്പ്, ഇതൊന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല. ബൈബിള് കൊണ്ടുപോകാൻ പാടില്ല. ക്യാമറ കൊണ്ടുപോകാം, പക്ഷേ നമ്മോടൊപ്പം 24 മണിക്കൂറും നിൽക്കുന്ന ഗൈഡുകൾ ഉണ്ടാകും. അവർ കാണിക്കുന്നതും അവർ പറയുന്നതും മാത്രമേ ഫോട്ടോസ് എടുക്കാനും പാടുള്ളൂ. അതുപോലെ നോർത്ത് കൊറിയയിലുള്ള ജനങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഇവിടെയുള്ള നേതാക്കൾക്ക് പോകാം, അതായത് യാതൊരു കാരണവശാലും നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ല എന്നർത്ഥം. അവിടെയുള്ള റെസ്ട്രിക്ഷൻസും പണിഷ്മെൻറ്റ്സും നോക്കുകയാണെങ്കിൽ ബൈബിൾ അവർ സൂക്ഷിക്കാൻ പാടില്ല, സൗത്ത് കൊറിയൻ മൂവി കാണാൻ പാടില്ല, ആ രാജ്യത്തെ പറ്റി ഭരണാധികാരികളെ പറ്റി സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശമായ ശിക്ഷാ നടപടികളായിരിക്കും അവർക്ക് സ്വീകരിക്കേണ്ടി വരിക. നോർത്ത് കൊറിയയുടെ ഐഡിയോളജിക്കെതിരായി നിൽക്കാൻ അവരെ അനുവദിക്കില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ 3 തലമുറയിലുള്ള ആളുകളെ ജയിലിലിട്ട് ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ന്യായീകരണം ഇതാണ്: ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മുൻ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും എന്നുള്ള അസംഷനാണ്. ഇനി ഉത്തര കൊറിയയിലെ ആളുകൾ സുഖലോലുപരായിട്ടാണോ ജീവിക്കുന്നത്, അവർക്ക് ഭക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ റൂറൽ ഏരിയയിൽ പോവർട്ടിയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കൃഷി മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. മോഡേണൈസേഷൻ ഒട്ടുമില്ല. ഒരിറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അവർ കൃഷി ചെയ്തിരിക്കുമെന്നുള്ളതാണ്. അതിന് കാരണം ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ വിശപ്പ് ശമിപ്പിക്കാനും വേണ്ടി മാത്രമാണ്. ഇന്നും കാളവണ്ടിയിലും സൈക്കിളിലുമാണ് റൂറൽ ഏരിയയിലുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത്. അവിടുത്തെ നഗരങ്ങൾ നോക്കിയാൽ നോർത്ത് കൊറിയയുടെ തലസ്ഥാനം പ്യോങ്യാങ് ആണ്. അവിടുത്തെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള സ്ഥലവും അതാണ്. റോഡുകൾ ഉണ്ടെങ്കിലും വാഹനങ്ങൾ തീരെ ഇല്ലാത്ത സ്ഥലം. അവിടുത്തെ ടോപ്പ് മിലിറ്ററി ലീഡേഴ്സ്, ടോപ്പ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അവർക്ക് മാത്രമേ വാഹനം വാങ്ങാനുള്ള സാഹചര്യവും അവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ സദാ റോഡിൽ കളിക്കുന്നത് കാണാൻ കഴിയും. ഇലക്ട്രിസിറ്റിയും അവിടുത്തെ ഒരു പ്രശ്നം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നോർത്ത് കൊറിയയുടെ തലസ്ഥാന നഗരിയിൽ പോലും രാത്രിയിൽ ഇരുട്ടാണ്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും അവിടെ കുറവാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദാരിദ്ര്യം കാണാമെന്നത് നോർത്ത് കൊറിയയുടെ നമ്മൾ പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന വസ്തുതകളിൽ ഒന്നാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അവരുടെ കലണ്ടറാണ്. ഇത് ഏത് വർഷമാണ് എന്ന് കൊറിയയിലുള്ള ഒരാളോട് ചോദിച്ചാൽ അവർ പറയും 112-ാം വർഷമാണ്. അവരുപയോഗിക്കുന്ന കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, ജൂഷെ എന്ന കലണ്ടറാണ്. അത് ആരംഭിക്കുന്നത് നോർത്ത് കൊറിയയുടെ ആദ്യത്തെ നേതാവായ കിം ഇൽ സുങ്ങിൻ്റെ ജനന വർഷമായ 1912-ലാണ്. നേതാവിനെ എങ്ങനെയാണ് ദൈവമാക്കുന്നത് എന്നതിൻ്റെ എക്സാമ്പിളായി ഈ കലണ്ടർ നമുക്ക് ചൂണ്ടിക്കാട്ടാം. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമുക്കൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ നോർത്ത് കൊറിയയെ സംബന്ധിച്ച് അവർ നിലനിൽക്കുന്ന ഐഡിയോളജിയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന കാര്യമാണ് നടക്കുന്നത്. നേതാക്കന്മാരെ ദൈവതുല്യരാക്കുന്ന തരത്തിലുള്ള പാട്ടുകളും മറ്റുമാണ് കുട്ടികളെ ഉൾപ്പെടെ അവർ പഠിപ്പിക്കുന്നത്. അവരുടെ വേക്കപ്പ് കോളുകൾ ഉൾപ്പെടെ അങ്ങനെയാണ് തുടങ്ങുന്നത് അത്ര. ഹെയർ സ്റ്റൈലിൽ പോലും അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുഴുവനും 28 ഹെയർ സ്റ്റൈൽസ് ആണുള്ളത്. 18 എണ്ണം സ്ത്രീകൾക്കും 10 എണ്ണം പുരുഷന്മാർക്കും. ബേസിക് കാര്യങ്ങളിൽ പോലും റെസ്ട്രിക്ഷൻസ് ഉള്ളത് എത്ര ഭീകരമായിരിക്കും. അവിടുത്തെ ഭരണാധികാരികളെ ദൈവതുല്യരാക്കി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കിം ഇൽ സങ്ങിനെ പറ്റി പ്രചരിപ്പിച്ചത് നമുക്കെല്ലാം ഓർമ്മയുണ്ടതാണ്. 3 വർഷം കൊണ്ട് 1500-ലധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയായിരുന്നത്രേ കിം ഇൽ സങ്. ജനിച്ചു വീണ് 21 ദിവസമായപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങിയ, 3-ാം വയസ്സിൽ ഷൂമാക്കാരേക്കാളും വേഗത്തിൽ കാർ ഓടിച്ചിരുന്ന, സമയത്തെ പോലും പിന്നിലേക്ക് തിരിച്ചു വയ്ക്കാൻ കഴിവുണ്ടായിരുന്ന, ഇത്തരത്തിൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. അവിടെ നിന്നും രക്ഷപ്പെട്ട പാർക്ക് യെനോൺമി എന്ന പെൺകുട്ടി ദക്ഷിണ കൊറിയയിൽ അഭയം പ്രാപിക്കുകയും അവിടെ നല്ലൊരു കോളേജിൽ പഠിച്ച് 2014 വൺ യങ് വേൾഡ് എന്ന പരിപാടിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയതും ഉത്തര കൊറിയ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു രാജ്യമെന്നാണ്. ഹോളിവുഡ് സിനിമ കണ്ടതിൻ്റെ പേരിൽ 5-6 വർഷം തടവ് ഏർപ്പെടുത്തിയിട്ടുള്ള, കഞ്ചാവ് നിയമപ്രകാരമായി അനുവദിച്ചിട്ടുള്ള
ഒരാഴ്ചയിൽ 6 ദിവസം ജനങ്ങൾ ജോലിയെടുക്കുകയും 1 ദിവസം സ്വമേധയാൽ ഭരണകൂടത്തിന് വേണ്ടി ജോലിയെടുക്കണമെന്ന നിയമമുള്ള നോർത്ത് കൊറിയ. ഇത്തരത്തിൽ പറഞ്ഞാലും തീരാത്തത്ര പ്രത്യേകതകൾ ഈ രാജ്യത്ത് ഇനിയുമുണ്ട്. പുതിയ ചരിത്ര നിറങ്ങളുമായി വീണ്ടും കാണാം.